ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് ലിൻസീസ് ലിങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അതായത് ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാ വീടുകളിലും ഒന്നുകൂടി നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. എപ്പോഴും ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടുമ്പോൾ ഒന്നുകൂടി കാണാൻ ഒന്നുകൂടി ഭംഗിയായിരിക്കും. അതുമാത്രമല്ല, യൂഷ്വലി എല്ലാവരും ഹാങ്ങിങ് പോട്ട്സിലാക്കി ഇടാറുള്ളത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അന്നേരം ഞാൻ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിച്ചു തരാം, വെറൈറ്റി ആയിട്ടുള്ളത്. അതായത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആഗ്ലോനിമ പ്ലാന്റാണ്. ആഗ്ലോനിമയുടെ വൈറ്റ് വെറൈറ്റിയാണിത്. അതായത് ചൈനീസ് എവർഗ്രീൻ എന്നൊക്കെ പറയും ഈ പ്ലാന്റ്. അന്നേരം ഈ പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് സാധാരണയായിട്ട് ഇട്ട് കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലാക്കി ഇടാൻ പറ്റും. അന്നേരം ഇത് എസ്പെഷ്യലി നമ്മുടെ ആഗ്ലോനിമാസൊക്കെ നമ്മൾ ഹാങ്ങിങ് ആക്കി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല ബുഷിയാക്കി വളർത്തിയതിന് ശേഷം നമ്മൾ ഹാങ്ങിങ് ആക്കി ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. കാരണം നിറയെ ലീവ്സ് അതിലുള്ളതാണ് കാണാൻ എപ്പോഴും ഭംഗി. വൈറ്റ് മാത്രമല്ല, നമുക്ക് റെഡോ ഗ്രീനോ എല്ലാ വെറൈറ്റീസും, റെഡ് ലിപ്സ്റ്റിക് ആഗ്ലോനിമയോ ഒക്കെ നമുക്ക് ഇതേപോലെ ബുഷിയാക്കിയതിന് ശേഷം ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. അന്നേരം ഇത് ഹാങ്ങിങ് ആക്കി ഇടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അത് നമ്മൾ ആദ്യം തന്നെ ഇത് നല്ല ബുഷിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഹാങ്ങിങ്ങിലാക്കി ഇടാൻ പോകുന്നത്. അന്നേരം ഇനി നമുക്ക് നോക്കാം ഇത് ഹാങ് ചെയ്തിട്ടപ്പോൾ എങ്ങനെ കൊള്ളാമോ എന്ന്. ഓക്കെ, ഇനി നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ടർട്ടിൽ വൈൻ പ്ലാന്റ്. ടർട്ടിൽ വൈൻ പ്ലാന്റ് എപ്പോഴും നമ്മൾ ഇതേപോലെ ഹാങ്ങിങ് ചെയ്ത് ഇടുന്നതാണ് ആ പ്ലാന്റിൻ്റെ ഒരു ഭംഗി. അന്നേരം ടർട്ടിൽ വൈൻ പ്ലാന്റ് ഇതേപോലെ ഞാൻ ഹാങ്ങിങ് ആയിട്ട് ഇടുകയാണ്. ഇത് നമുക്ക് വളരെ നീളത്തിൽ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റാം. ഇത് ഹാങ്ങിങ് മാത്രമായിട്ടല്ല, നമ്മൾ നിലത്ത് നല്ല ലാൻഡ്സ്കേപ്പ് പോലെയൊക്കെ ചെയ്യാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്. നല്ലതാണ്, അത് നല്ല ബുഷിയായിട്ട് നല്ല ലെങ്തി ആയിട്ട് വളർന്ന് കിടക്കുന്നത് കാണാൻ ഒത്തിരി അട്രാക്റ്റീവാണ്. ഈ ടർട്ടിൽ വൈൻ്റെ തന്നെ പല ഒരു പർപ്പിൾ കളറൊക്കെ ഉണ്ട്. അന്നേരം അത് ഒത്തിരി ഭംഗിയാണ്. പല നിറത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ ഒരുമിച്ച് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അന്നേരം എപ്പോഴും നമ്മൾ ടർട്ടിൽ വൈൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് അതിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കുക. വെള്ളം അഥവാ അതിന് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞിച്ചു പോവുകയും വാടിപ്പോവുകയൊക്കെ ചെയ്യും. അത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ എല്ലുപൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ വളർന്നു വരാൻ ഒത്തിരി നല്ലതാണ്. അടുത്തതായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റാണ് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്. ഓർക്കിഡ്സ് എപ്പോഴും ഹാങ് ചെയ്ത് നല്ല പോട്ടിലേക്ക് ആക്കി ഇടുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇതുപോലെ നിറച്ച് പൂക്കളുമായിട്ട് കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് ഓർക്കിഡ്. അതിൻ്റെ പൂക്കളുടെ പ്രത്യേകത, ഈ പൂക്കൾ ഏകദേശം ഒരു 3 to 6 months ഒരു കേടും കൂടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതേപോലെ തന്നെ നിൽക്കും. അതായത് ഈ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ആണെന്ന്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പ്ലാന്റ്സാണ് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ ഒക്കെ പൂക്കൾ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഇത് ഒരു ഹാങ്ങിങ് പോട്ടിലാക്കിയിട്ട്, ഇത് കുറേ നാളായ ചെടിയാണ്. അതുകൊണ്ട് അതിൻ്റെ പോട്ടിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മങ്ങി, കാരണം സൂര്യപ്രകാശം എപ്പോഴും അടിച്ചടിച്ച് അതിൻ്റെ പോട്ടിൻ്റെ ഭംഗി, അതായത് അതിൻ്റെ അതൊക്കെ ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോയി. പക്ഷേങ്കിൽ നല്ല ഒരു ചെടിയാണ് നമ്മുടെ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്. ഇതേപോലെ ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇതും ഒരുപാട് ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഓർക്കിഡ്സ്. പൊതുവെ ഒരുപാട് കെയർ ഒന്നും വേണ്ട, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമായിട്ട് നമ്മുടെ ഓർക്കിഡ്സൊക്കെ വളർന്ന് വരും.
അടുത്തതായിട്ടൊരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത് നല്ല ബുഷിയായിട്ട് നല്ല ലോങ് ആയിട്ട് വളർന്നു വരുന്ന പ്ലാന്റ് ആണിത്. അന്നേരം ഈ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ടൈം ഉള്ളപ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫെർട്ടിലൈസർ മാസത്തിൽ 1 ഒഴിച്ചു കൊടുത്താലും മതി, നല്ലതുപോലെ വളർന്ന് നമ്മുടെ ഈ ചെടി കിട്ടും. അതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അന്നേരം ഇതുപോലുള്ള ഈ ഓർക്കിഡ്സിൽ നമുക്ക് ഡെൻഡ്രോബിയ ഓർക്കിഡ്, അതായത് ഫലനോപ്സിസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് പോട്ടിലാക്കി ഇടുകയാണെങ്കിൽ ഒത്തിരി ബ്യൂട്ടിഫുള്ളായിരിക്കും. പിന്നെ ഞാനിവിടെ ഒരു കോളിയസ് പ്ലാന്റ് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആക്കി ഇടുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇത് നല്ല ബുഷിയായിട്ട് കിളിച്ചു വന്നു കഴിയാൻ നേരം കാണാൻ ഒന്നുകൂടി ഭംഗിയായിരിക്കും. കാരണം അതിൻ്റെ കളറും റെഡ് കളറും അതിൻ്റെ ബോർഡറിലുള്ള ആ ഒരു യെല്ലോ ഗ്രീനിഷ് ഷെയ്ഡൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ്. അന്നേരം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലാക്കി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെടികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടറിങ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വാട്ടറിങ് കണ്ടിന്യൂസ്ലി കൊടുക്കണം. പിന്നെ ഫെർട്ടിലൈസർ മാസത്തിൽ 1-2 പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം നല്ല തിക്കും ലഷായിട്ട് വളർന്നു വരാൻ ഒത്തിരി സഹായിക്കും. അന്നേരം നമ്മൾ പ്ലാന്റ്സിനെ കെയർ ചെയ്യുന്നതുപോലെ ഇരിക്കും അതിൻ്റെ ഗ്രോത്ത്. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.